യേശുവേ, അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി എന്നവകാശപ്പെടുന്ന നേതാക്കന്മാർ പോലും സ്ത്രീ വിഷയങ്ങളിൽ, സ്ത്രീ പീഡന കേസുകളിൽ 9-ാം ദിവസം പോലും ഒളിവിലായിരിക്കുന്ന ഒരു MLA പറ്റി നാം കേൾക്കുന്നു. എന്തൊരു ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ നാടിൻ്റേത്. ജനങ്ങൾ ദൈവത്തെ മറന്ന് അവിടുത്തെ കൽപ്പനകളോ അവിടുത്തെ പ്രമാണങ്ങളോ അനുസരിക്കാൻ കൂട്ടാക്കാതെ ഈ ഭൂമിയിൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങളെല്ലാം തൃപ്തിയാവോളം മതിയാവോളം ആസ്വദിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു. പക്ഷേ നമ്മുടെ നാശം എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിഞ്ഞുകൂടാ. ദൈവപ്രമാണങ്ങൾ അനുസരിക്കണം എന്നാണ് ദൈവഹിതം. നിയമാവർത്തനം 10-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേലേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ ഇന്ന് നൽകുന്ന കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ എന്താണ്? ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റേതാണ്. എങ്കിലും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരിൽ സംപ്രീതനായി അവരെ സ്നേഹിക്കുകയും അവർക്കു ശേഷം അവരുടെ സന്തതികളായ നിങ്ങളെ ഇന്നും നിങ്ങൾ ആയിരിക്കുന്നത് പോലെ മറ്റെല്ലാ ജനതകൾക്കും ഉപരിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആകയാൽ ഹൃദയം തുറക്കുവിൻ, ഇനിമേൽ ദുശ്ശാഠ്യക്കാരാകരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതിതനുമായ ദൈവവും മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവനുമാണ്. അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്നു. ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ പരദേശിയെ സ്നേഹിക്കുക. ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നല്ലോ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം. നിങ്ങൾ അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും അവിടുത്തെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുകയും വേണം. അവിടുന്നാണ് നിങ്ങളുടെ അഭിമാനം. നിങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടുള്ള മഹത്തും ഭയങ്കരവുമായ ഈ പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത നിങ്ങളുടെ ദൈവമാണ് അവിടുന്ന്. നിങ്ങളുടെ പിതാക്കന്മാർ 70 പേരാണ് ഈജിപ്തിലേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണക്കെ അസംഖ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ന് നാം ആവശ്യത്തിലേറെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുകയാണ്. നമ്മുടെ മുൻകാലത്തെ നമ്മുടെ പിതാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ നാം അതിൽ മതിമറന്നുകൊണ്ട് ദൈവത്തെ മറന്നു പോകുന്നു. അതാണ് സത്യം. സ്നേഹമുള്ളവരെ, ആ ദൈവത്തെ ഓർക്കുക, ആ ദൈവത്തെ അറിയുക, അവിടുത്തെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിക്കുക. സമാധാനം നിങ്ങൾക്കേവർക്കും നിറയട്ടെ.